أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അൽഹാക്കുമുത്തക്കാസുർ, പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർസ്ഥാനുകളെ സന്ദർശിക്കുന്നത് വരേക്കും. ധനം, മക്കൾ മുതലായ ഐഹിക സുഖസൗകര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരെക്കാൾ അധികമുണ്ടെന്ന നാട്യത്തിനും അധികമുണ്ടായിരിക്കണമെന്നുള്ള മത്സര മനസ്ഥിതിക്കുമാണ് തക്കാസുർ, പെരുപ്പം കാണിക്കൽ എന്ന് പറയുന്നത്. സൂറത്തുൽ ഹദീദിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അറിഞ്ഞുകൊള്ളുവിൻ, നിശ്ചയമായും ഐഹിക ജീവിതമെന്നത് കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ തമ്മിൽ അഭിമാനം നടിക്കലും സ്വത്തുക്കളിലും മക്കളിലും പെരുപ്പൻ നടിക്കലും മാത്രമാകുന്നു. ഖബർസ്ഥാനം സന്ദർശിക്കുന്നതുവരെ അഥവാ മരണപ്പെട്ടു പോകുന്നതുവരെ ഐഹിക സുഖ സൗകര്യങ്ങൾ വ്യാപൃതമാവുകയും ഭാവിയെക്കുറിച്ചുള്ള ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത്. ധനവും മക്കളുമെല്ലാം നല്ലതു തന്നെ, അത്യാവശ്യവുമാണ്. പക്ഷേ അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക, അത് സർവപ്രധാനമായി ഗണിക്കുക, അങ്ങനെ ഭാവിയെപ്പറ്റി ബോധമില്ലാതായി തീരുക, ഇതാണ് ആക്ഷേപകരം. അൽഹാക്കുമുത്തക്കാസുർ, പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന വചനം ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി: ആദമിന്റെ മകൻ പറയും, എൻ്റെ ധനം എൻ്റെ ധനമെന്ന്. ഹേ മനുഷ്യ, നീ തിന്നു തീർത്തതോ, അല്ലെങ്കിൽ നീ ഉടുത്തു പഴകിയതോ, അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്ത് നറുപ്പിൽ വരുത്തിയതോ അല്ലാതെ നിന്റെ ധനത്തിൽ നിന്ന് നിനക്ക് വല്ലതുമുണ്ടോ? മുസ്ലിമിന്റെ നിവേദനത്തിൽ ഇത്രയും കൂടിയുണ്ട്: ഇതല്ലാത്തതെല്ലാം പോയി പോകുന്നതും ജനങ്ങൾക്കായി നീ വിട്ടുകൊടുക്കേണ്ടതുമാണ്. ഐഹിക സുഖ സൗകര്യങ്ങൾ ഒരാൾക്ക് എത്ര തന്നെ ലഭിച്ചിരുന്നാലും അതിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ അവന് ഉപയോഗപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരളവ് മാത്രമാണ്. അതുപോലും ദീർഘകാലം നിലനിൽക്കുന്നതുമല്ല. എല്ലാം ക്ഷണികമാണ്. ഒടുക്കം മറ്റുള്ളവർക്ക് അവ ഒന്നടങ്കം വിട്ടുകൊടുക്കേണ്ടതുമാണ്. എന്നിരിക്കെ അതിന് അമിതമായി പ്രാധാന്യം നൽകുകയും അതേ സമയത്ത് പാരിത്രികമായ കാലാകാല ജീവിതത്തെപ്പറ്റി വിസ്മരിക്കുകയും ചെയ്യുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റെന്തുണ്ട്? അള്ളാഹു താക്കീത് ചെയ്യുന്നു: കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട, വഴിയെ നിങ്ങൾക്ക് അറിയാറാകും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെ വേണ്ട, വഴിയെ നിങ്ങൾക്ക് അറിയാറാകും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, വേണ്ട, നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നുവെങ്കിൽ, എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തെ നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, പിന്നെ നിശ്ചയമായും നിങ്ങൾ അതിനെ ദൃഢമായ കൺകാഴ്ചയായി കാണുക തന്നെ ചെയ്യും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് അന്നത്തെ ദിവസം നിങ്ങളോട് സുഖാനുഗ്രഹങ്ങളെ പറ്റി നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും. ഇഹത്തിൽ വെച്ച് മനുഷ്യൻ അനുഭവിച്ചതും ആസ്വദിച്ചതുമായ എല്ലാ സുഖ സൗകര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ കിട്ടി, എന്തിൽ വിനിയോഗിച്ചു എന്നൊക്കെ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും. കത്തിജ്വലിക്കുന്ന നരകം കൺമുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടുമുണ്ടായിരിക്കും. ഈ അവസരത്തിൽ തൃപ്തികരമായ മറുപടി നൽകി രക്ഷപ്പെടുവാൻ സാധിക്കുമാറാകണമെങ്കിൽ ഈ പെരുപ്പം കാണിക്കൽ അവസാനിപ്പിച്ചേ പറ്റൂ. ഇതെല്ലാം കേവലം ചില ഊഹവാർത്തകളല്ല, സദൃഢവും അനുഭവത്തിൽ കണ്ടറിയാനിരിക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങളാകുന്നു. നിശ്ചയമായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെല്ലാം തന്നെ അതതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഖിയാമത്ത് നാളിൽ ആദമിന്റെ മകന്റെ കാലടികൾ നീങ്ങുകയില്ല. 1. അവന്റെ ആയുഷ്കാലത്തെ പറ്റി, അത് എന്തിൽ വിനിയോഗിച്ചു തീർത്തുവെന്നും, അവന്റെ യുവത്വത്തെപ്പറ്റി, അത് എന്തിൽ നശിപ്പിച്ചുവെന്നും, അവന്റെ ധനത്തെപ്പറ്റി, അത് എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും, എന്തിൽ ചിലവഴിച്ചുവെന്നും, അവന് അറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്നും.